വരുന്നു എന്ന അറിയിപ്പാണ്. ഇന്ന് എത്തിക്കഴിഞ്ഞു. ഇനി വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം മാറ്റും. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം. ഇതാണ് ക്രമീകരണം. അതിനുശേഷം വൈകിട്ടോടുകൂടി പക്ഷേ രാത്രിയായേക്കാം സംസ്കാര ചടങ്ങുകൾ. വലിയ ചുടുകാട് വിപ്ലവ ഭൂമിയിൽ ആ മണ്ണിലേക്ക് പ്രിയപ്പെട്ട VS കാണാൻ കാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞു മുഖമാണ് കണ്ടത്. അവന് VS ആരാണെന്ന് ഒരുപക്ഷെ അറിയുമായിരിക്കില്ല. പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുന്ന ആ കുഞ്ഞിനെ കാണും. അങ്ങനെ VS എന്നത് വികാരമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. ശരണ്യ സ്നേഹിതൻ ശരണ്യ, ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കുഞ്ഞ് മോനെയാണ്. അവൻ്റെ കുഞ്ഞു മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിനോളം സന്തോഷം തോന്നുന്ന, സ്നേഹം തോന്നുന്ന മറ്റൊരു ദൃശ്യം ഇന്ന് കാണാനില്ല. അവൻ VS വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അവൻ അറിയില്ല. ഒരു നൂറ്റാണ്ട് മുന്നേ പക്ഷേ അവനേക്കാൾ ഒരു നൂറ്റാണ്ട് മുന്നേ ജനിച്ച VS കുറിച്ച്. പക്ഷേ അവൻ മനസ്സിലാക്കുക പക്ഷേ പിന്നീടായിരിക്കും. അങ്ങനെയുള്ള എത്ര പേരാണ് ആ വീട്ടിൽ കാത്തു നിൽക്കുന്നത്. അവിടേക്ക് ഇനി അധികം സമയമില്ലെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പുന്നപ്രയിലെ വീട്ടിലേക്കുള്ള, അതായത് വേലിക്കകത്ത് വീട്ടിലേക്കുള്ള ഇടറോഡിലേക്ക് വാഹനം കടന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വിലാപയാത്ര ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി 9 മണിക്ക് എത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇപ്പോൾ മണി 12 അടുക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ള ഇടറോഡിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അല്പം തിരക്ക് ഏറിയിട്ടുണ്ട്. വാഹനം എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ജനസാഗരം പുറത്തുണ്ട് എന്നുള്ളതാണ്. ഈ മുഴുവൻ പേരെയും കാണിച്ച ശേഷം മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല CPMന്റെ DC ഓഫീസിലടക്കം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാർട്ടി നേതാക്കന്മാർക്കും ഇവിടുത്തെ CPM പ്രവർത്തകർക്കടക്കമുള്ള അടുത്ത ആളുകൾക്കും അവിടെ VSന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്നുള്ളതാണ്. പക്ഷേ DC ഓഫീസിന്റെ മുന്നിലും വലിയ ആൾക്കൂട്ടം വന്നിട്ടുണ്ട്. വലിയ ക്യൂ, കിലോമീറ്ററോളം നീളുന്ന ക്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി ഇവിടെ ഇപ്പോൾ നേതാക്കന്മാർ അറിയിക്കുന്ന ഒരു കാര്യം, പരമാവധി ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. DC ഓഫീസിന് മുന്നിൽ അത്തരത്തിലൊരു ആൾക്കൂട്ടം നീണ്ടുപോയാൽ അത് തീർച്ചയായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം വീണ്ടും പൊതുദർശനത്തിന്റെയും സംസ്കാരത്തിന്റെയും സമയം നീളേണ്ടി വരും. റിക്രിയേഷൻ ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ആളുകൾക്ക് കണ്ടിറങ്ങാൻ കഴിയും എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ക്രമീകരിക്കണം എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും VS ഏറ്റവും അധികം VSനെ സ്നേഹിക്കുന്ന, അതായത് പുന്നപ്രയുടെ സ്വകാര്യ അഹങ്കാരമാണ് VS അച്യുതാനന്ദൻ. ആ പുന്നപ്രയുടെ മണ്ണിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. VS ഓരോ ആളുകളുടെയും ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ജനനായകൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഏറ്റവും ഒടുവിൽ പുന്നപ്ര വയലാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് VS ആലപ്പുഴയിൽ വന്നത്. 2019 പുന്നപ്രയിലെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വാരാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് VS മടങ്ങിയത്. പിന്നീടായിരുന്നു ആരോഗ്യസ്ഥിതിയിലടക്കം പ്രശ്നമുണ്ടാവുകയും ചെയ്തത്. പിന്നീട് ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പോയ VS ഇല്ലാത്ത ഓണം വേലിക്കകത്ത് വീട്ടിൽ പലതവണ ഉണ്ടായി. ഈ അനാരോഗ്യം ബാധിക്കുന്നത് വരെ VS വേലിക്കകത്ത് വീട്ടിൽ VS എന്ന എല്ലാ ഓണത്തിനും പുന്നപ്ര വാരാചരണത്തിനും മുടങ്ങാതെ എത്തുന്ന ആളായിരുന്നു VS അച്യുതാനന്ദൻ. അത്തരത്തിൽ ഈ 2 തവണ വേലിക്കകത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പുന്നപ്ര അതൊരു ആഘോഷമായാണ് ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തെ കാണാനായി നിരവധി ആളുകളായിരുന്നു ഇവിടെ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഈ ജനങ്ങളെ ബാധിക്കുന്നില്ല. രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ, അവരുടെ ക്ഷമ, അതൊന്നും നമുക്ക് ഒരു വിധത്തിലും വിവരിക്കാൻ കഴിയാത്തതാണ്. അത്രമേൽ ഈ ആളുകൾക്ക് വേണ്ടി കാത്തുനിന്നു. ഒപ്പം തന്നെ VSന് വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ആളുകൾ, അതും നമ്മളിവിടെ കടന്നു വരുമ്പോൾ നിലത്തിരിക്കുകയായിരുന്ന ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അതും ഭക്ഷണം ഉൾപ്പെടെ കഴിക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടും അവരുടെ മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യത്തിനോ അതിന്റെ ഉശിരിനോ ഒരു കുറവുമില്ല എന്ന് തന്നെ പറയാം.
പറയാം. കാരണം അത് മറ്റൊരു വികാരമാണ് VS എന്ന് പറയുന്നത്. കാരണം VS അതിനപ്പുറം ഈ വിശപ്പിനെയോ ദാഹത്തെയോ അതിനുമപ്പുറം മറ്റൊരു വികാരമാണ് VS. ഈ ജനങ്ങൾക്ക് VS അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് വേണ്ടി ഒരു കാലത്ത് ഭക്ഷണവും വെള്ളവും സുഖജീവിതങ്ങളും വേണ്ടെന്ന് വെച്ച് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി മേഖലകളിലടക്കം പ്രയത്നിച്ച് കഷ്ടപ്പെട്ട പാർട്ടിയെ കെട്ടിപ്പടുത്ത തങ്ങളുടെ ജനനേതാവാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തിയ മുട്ടിചുരുട്ടിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ നേതാവിന് തങ്ങളുടെ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ആ നേതാവിന് ആദരവ് നൽകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനങ്ങൾക്കുമുണ്ട്. G. സുധാകരൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ക്രമീകരിക്കാൻ പൊതുദർശനത്തിനായി വെക്കാൻ പോകുന്ന ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഭൗതിക ശരീരം വീടിനകത്തേക്ക് കയറും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വീടിനകത്ത് 10 മിനിറ്റ് മാത്രമാണ് വീടിനകത്ത് ഉള്ളത്. ഈ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് മാധ്യമങ്ങൾക്കടക്കം പ്രവേശനമില്ല. ഈ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കിറക്കും. ഇവിടെയും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ വന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അന്തിമ അർപ്പിക്കാൻ അവസരം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ പ്രമുഖരായ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രമുഖരായ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. VS എന്ന അതുല്യനായ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ് അവരിവിടെ അണിനിരന്നിരിക്കുന്നത്. ഈ നേതാക്കന്മാർക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM DC ഓഫീസിലുണ്ട്. DC ഓഫീസിലും ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. DC ഓഫീസിലാണ് പാർട്ടി നേതാക്കന്മാരും